ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലൂസ് വിസയെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. 2025 ഫ്ലൂസ് വിസയെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് എക്സൈറ്റഡ് ആണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് എംപ്ലോയറെ കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രീഫിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. അതേസമയം ഒരുപാട് പേര് ഏജൻസിക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഇറ്റലിയിലേക്ക് ആപ്ലിക്കേഷൻ പ്രീഫിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഉണ്ടായിരുന്നു. ചിലരൊക്കെ അവരുടെ ഫ്രണ്ട്സിന്റെയും ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ സഹായത്തോടെ, ഇറ്റലിയിലുള്ള അവരുടെ ഫ്രണ്ട്സിന്റെയും ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ സഹായത്തോടെ അപ്ലൈ ചെയ്തവരുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഫ്ലൂസ് വിസയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ചില എംപ്ലോയേഴ്സും ചില ഏജൻസിക്കാരൊക്കെ ചേർന്നുകൊണ്ട് നടത്തുന്ന തട്ടിപ്പിന്റെ പേരിലാണ്. അപ്പൊ ഈ ഒരു തട്ടിപ്പ് കൺട്രോൾ ചെയ്യുന്നതിന്റെ പേരിലാണ് ഗവൺമെന്റ് ആപ്ലിക്കേഷൻ പ്രീഫിൽ ചെയ്യുന്നതിന്റെയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന്റെയും അതുപോലെ തന്നെ എംപ്ലോയേഴ്സിന് എത്രത്തോളം എംപ്ലോയികളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ പേരിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ചേഞ്ചസ് വന്നിട്ടും എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ഇന്ന് ഫെബ്രുവരി 5-ാം തീയതി, അതായത് നോൺ സീസണൽ വർക്കേഴ്സിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ ദിവസമാണ്. അതേ ദിവസം തന്നെ ഇറ്റലിയിൽ പല സ്ഥലങ്ങളിലും, മെയിൻലി സലേർണോ പ്രൊവിൻസിൽ ഇതേ തട്ടിപ്പുകൾ നടക്കുന്നതായി ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഫ്ലൂസ് വിസയിലും ഇതുപോലെ തന്നെ സലേർണയിൽ നിന്ന് 10-45 പേരെ അറസ്റ്റ് ചെയ്താണ്. അഡ്വക്കേറ്റ്സ്, ഏജൻസിക്കാർ, അതുപോലെ തന്നെ കോമൺ മെൻ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറ്റിച്ചു എന്നുള്ള പേരിൽ, ഒരുപാട് പൈസ തട്ടിയെടുത്തു എന്ന പേരിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തതാണ്. ഇത്തവണയും സലേർണോയിൽ നിന്ന് തന്നെയാണ് തുടക്കം. അഡ്വക്കേറ്റ്സ് ഉണ്ട്, കമ്പാനിയ പി ഡിയുടെ ട്രഷറർ ഉണ്ട്, അതുപോലെ തന്നെ ചില കോമൺ മെൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരെ സസ്പെക്ട് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ സിസ്റ്റമാറ്റിക് ആക്കിയിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം വളരെ എവിഡന്റ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18 എംപ്ലോയീസിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ആൾക്കാരെ ഇവിടെ എത്തിച്ച് അവർക്ക് കോൺട്രാക്റ്റും മറ്റു കാര്യങ്ങളൊന്നും വെച്ചു കൊടുക്കാതെ അവരിൽ നിന്ന് പൈസ വാങ്ങി ഇല്ലീഗലായി ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് അവരിൽ നിന്ന് കണ്ടെത്തുന്ന കുറ്റം. അപ്പൊ തുടക്കം എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. മൊത്തത്തിൽ 2025 ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്തത് 1,81,000 ആപ്ലിക്കേഷൻസ് ആയിരുന്നു. പക്ഷേ 1,64,000 ആപ്ലിക്കേഷൻ മാത്രമാണ് ഗവൺമെന്റ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. 39,000-ഓളം ആപ്ലിക്കേഷൻ ഗവൺമെന്റ് റിജക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 57,000 ആപ്ലിക്കേഷൻസ് നോൺ സീസണൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. നോൺ സീസണൽ വർക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. കൺസ്ട്രക്ഷനും മെക്കാനിക്സിനും അങ്ങനെയുള്ള മേഖലയിൽപ്പെട്ട നോൺ സീസണൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു. 57,000 സിസ്റ്റം ആൾക്കാർ അതിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള അടുത്ത ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി 7-ാം തീയതിയാണ്. ഫെബ്രുവരി 7-ാം തീയതി ഫാമിലി ആൻഡ് സോഷ്യൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കെയർ ഹോം ജോലിക്ക് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസികൾ ഇതിൽ വരുന്നതാണ്. അതിനു വേണ്ടിയിട്ട് മൊത്തം 44,809 പേരാണ് ആപ്ലിക്കേഷൻസ് പ്രീഫിൽ ചെയ്തിട്ടുള്ളതെന്നാണ് കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം സീസണൽ വർക്കേഴ്സിന് വലിയ നമ്പർ തന്നെയാണ്. 61,432 പേര് സീസണൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ പ്രീഫിൽ ചെയ്തിട്ടുണ്ട്. സീസണൽ വർക്കേഴ്സിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ദിവസം ഫെബ്രുവരി 12-ാം തീയതി ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഫാമിലി ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ള വേക്കൻസികൾ ഫെബ്രുവരി 7-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ അതിന്റെ കൂടെ വന്നിട്ടുള്ള 10,000 വേക്കൻസികളും ഇതേ ദിവസം തന്നെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞതാണ്. അതിനു വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ മൊത്തം 7,000-ഓളം ആപ്ലിക്കേഷൻ പ്രീഫിൽ ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരിൽ ഭൂരിഭാഗം പേരും നോക്കുന്നത് ഈ ഫാമിലി ഹെൽത്ത് കെയർ സെക്ടറിലേക്കാണ്. അതായത് കെയർ ഹോം ജോലി, അപ്പാവന്മാർ നോക്കുന്ന ആ ജോലിയിലേക്കുള്ള ആൾക്കാരാണ് കൂടുതലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമാണ് സീസണൽ വർക്കേഴ്സിനും നോൺ സീസണൽ വർക്കേഴ്സിനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് പ്രീഫിൽ ചെയ്യുന്ന കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള വേക്കൻസികൾ വളരെ കുറവാണ്. പക്ഷേ 45,000-ന് മുകളിൽ ആൾക്കാർ ഓൾറെഡി ആപ്ലിക്കേഷൻ പ്രീഫിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ലക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്ലൂസ് വിസയെ കുറിച്ചും ഇന്നത്തെ ക്ലിക്ക് ഡേയെ കുറിച്ചും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അടുത്ത ക്ലിക്ക് ഡേ വരുന്നത് ഫെബ്രുവരി 7-ാം തീയതിയാണ്. അതിന്റെ ക്ലിക്ക് ഡേയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോന്നോ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുമോന്നോ, ഈ പ്രശ്നങ്ങളുള്ളത് കാരണം എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഫ്ലൂസ് വിസയെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് സ്റ്റേ ട്യൂൺ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. സീ യു സൂൺ.